ദേവീ ശരണം അമ്മേ വന്ദേ കന്യാകുമാരീം യമദിശി ജലധേ കുലദേശേലസന്ധിം കോട്യാദിത്യപ്രകാശാം സുരഗണവിനുതാം സർവലോകപ്രപൂജ്യാം ഈശാനേ ബദ്ധചിത്താം പ്രഭൃത തരലസന്നാസികാമുക്തികാഢ്യാം ഹസ്താബ്ജന്യസ്തഹാരാം സൃതജനവരദാമേവ ബാലാംബികാം താം ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധം 4-ാമത്തെ അധ്യായം ആണ് നമ്മൾ അവലോകനം ചെയ്ത് ഇന്നലെ നിർത്തിയത്. വിശ്വജയം എന്ന സരസ്വതി കവച മന്ത്രത്തിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി അവിടെ നാരായണ ഋഷി ശ്രീ നാരദമുനിക്ക് വിവരിച്ചു കൊടുക്കുന്ന ഭാഗങ്ങളാണ് കേട്ടത്. അതിനുശേഷം അടുത്ത പഞ്ചമോധ്യായം 5-ാമത്തെ അധ്യായത്തിൽ സരസ്വതി സ്തോത്ര വർണ്ണനമാണ് നാരായണ ഋഷി തുടർന്നു കൊണ്ടുപോകുന്നത്. ശ്രീനാരായണ ഉവാച വാഗ്ദേവതായാ സ്തവനം ശ്രൂയതാം സർവകാമദം മഹാമുനിർയാജ്ഞവൽക്യോ യേന തുഷ്ടാവസാ പുരാ. എല്ലാ കാമങ്ങളും പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള വാഗ്ദേവിതയായിട്ടുള്ള സരസ്വതി ദേവിയുടെ സ്തവം എന്ന് പറഞ്ഞാൽ സ്തോത്രം, അതിതാ പറയാം, കേട്ടോളൂ. മഹർഷിവര്യനായിട്ടുള്ള യാജ്ഞവൽക്യൻ പണ്ട് ഈ സ്തോത്രം കൊണ്ട് ദേവിയെ സ്തുതിച്ചിട്ടുണ്ട്. ഗുരുശാപം നിമിത്തം ഒരിക്കൽ ആ യാജ്ഞവൽക്യൻ എന്ന് പറഞ്ഞ മുനി വിദ്യയെല്ലാം നഷ്ടമായി അദ്ദേഹത്തിന്. ദുഃഖാർത്തനായിട്ട് അദ്ദേഹം പുണ്യപ്രദമായിട്ടുള്ള സ്ഥലത്തിലേക്ക് പോയി. രവിലോകത്തിലേക്ക്, സൂര്യലോകത്തിലേക്ക് പോയി എന്നാണ് പറയണത്. അവിടെ എത്തി തപസ് ചെയ്ത് സൂര്യൻ പ്രത്യക്ഷനായപ്പോൾ അദ്ദേഹത്തെ സ്തുതിച്ച് ദുഃഖത്തോടുകൂടി വീണ്ടും വിലപിച്ചു. ഭഗവാൻ സൂര്യൻ അദ്ദേഹത്തെ വേദാംഗം ഉൾപ്പെടെയുള്ള വേദം പഠിപ്പിച്ചു. അത് മറന്നുപോകാതിരിക്കാൻ ഭക്തിപൂർവം വാഗ്ദേവിയായിട്ടുള്ള സരസ്വതിയെ സ്തുതിക്കാനും ഉപദേശിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് സൂര്യഭഗവാൻ അന്തർധാനം ചെയ്തു. യാജ്ഞവൽക്യൻ സ്നാനമെല്ലാം ചെയ്ത് ഭക്തിപൂർവം എല്ലാ അഹങ്കാരവും നശിച്ച് നമ്രശിരസ്കനായിക്കൊണ്ട് സരസ്വതി ദേവിയെ സ്തുതിച്ചു എന്ന് പറയാണ്. ആ സ്തുതിയാണ് അവിടെ യാജ്ഞവൽക്യൻ സ്തുതിച്ച സ്തുതിയാണ് ഇനി ഈ അധ്യായത്തിൽ തുടർന്നുകൊണ്ട് വിസ്തരിച്ച് പറഞ്ഞു പോകുന്നത്. യാജ്ഞവൽക്യ ഉവാച കൃപാം കുരു ജഗന്മാധർമാമേവം ഹത തേജസം ഗുരുശാപാൽ സ്മൃതിഭ്രഷ്ടം വിദ്യാഹീനം ച ദുഃഖിതം ജ്ഞാനം ദേഹി സ്മൃതിം വിദ്യാം ശക്തിം ജിഹ്യ പ്രബോധിനീം ഗ്രന്ഥകർത്തൃത്വശക്തിം ച സ്വശിഷ്യം സുപ്രതിഷ്ഠിതം മുതലായിട്ടുള്ള ധാരാളം ശ്ലോകങ്ങളുണ്ട്. ജഗന്മാതാവായിട്ടുള്ള സരസ്വതി ദേവി തേജസ്സെല്ലാം നഷ്ടപ്പെട്ടതായിട്ടുള്ള എന്നിൽ അവിടുത്തെ കൃപാകാരുണ്യമുണ്ടാവണം. ഗുരുശാപം നിമിത്തം എല്ലാ വിദ്യയും ഞാൻ മറന്നുപോയി, അതിൽ ദുഃഖിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ട ജ്ഞാനം തിരിച്ചു കിട്ടാനും ഓർമ്മശക്തിയും ശിഷ്യന്മാരെ പഠിപ്പിക്കാനുള്ള അറിവും കഴിവും ഗ്രന്ഥങ്ങളെ രചിക്കാനുള്ള കഴിവും നൽകിയിട്ട് എന്നെ അനുഗ്രഹിക്കണം, അവിടുത്തെ ശിഷ്യനായിട്ട് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയാണ്. സജ്ജന സഭയിൽ എന്നെ എല്ലാവരും ബഹുമാനിക്കത്തക്കവണ്ണമുള്ള ജ്ഞാനം എനിക്ക് തന്ന് അനുഗ്രഹിക്കണം. എനിക്ക് സകലതും നഷ്ടമായി പോയി ഗുരുശാപം കാരണം. അവയെല്ലാം വീണ്ടും എനിക്ക് എൻ്റെ ബോധത്തിൽ ബുദ്ധിയിൽ ഉറപ്പിച്ചു തന്നാലും
ഭസ്മത്തിൽ നിന്നും വീണ്ടും അഗ്നി ജനിപ്പിക്കാൻ ദേവതമാർക്ക് കഴിയുമല്ലോ. അതുപോലെ നഷ്ടമായ ജ്ഞാനം പുനഃസൃഷ്ടിക്കാൻ വാണീദേവിയായ സരസ്വതി ദേവിയായ അവിടത്തേക്ക് കഴിയും. ബ്രഹ്മസ്വരൂപയും പരമ ജ്യോതിസ്വരൂപയും സനാതനിയുമാണ് അവിടുന്ന്. എല്ലാ വിദ്യകൾക്കും ആശ്രയഭൂതയും വാണീദേവിയായിരിക്കുന്ന അവിടത്തേക്ക് എൻ്റെ നമസ്കാരം. വിസർഗം, ബിന്ദു, മാത്ര എന്നിവയ്ക്ക് മുന്നിനും അധിഷ്ഠാനമായ അക്ഷരങ്ങൾക്ക് അധിഷ്ഠാന ദേവതയായിരിക്കുന്നതായിട്ടുള്ള ഹേ ഭഗവതി അവിടത്തേക്ക് നമസ്കാരം. വ്യാഖ്യാന സ്വരൂപിയായിരിക്കുന്ന ആ ദേവി തന്നെയാണ് വ്യാഖ്യാധിഷ്ഠിത്യ രൂപിണിയായിരിക്കുന്നത്. സാംഖ്യവിദഗ്ധനായ ഒരുവന് പോലും ആരുടെ സാംഖ്യഗണന സാധ്യമല്ലയോ. കാലസംഖ്യ സ്വരൂപമായിരിക്കുന്ന ആ സരസ്വതി ദേവിക്ക് എൻ്റെ നമസ്കാരം. അതേമാതിരി ബ്രഹ്മ സിദ്ധാന്ത സ്വരൂപിയായിരിക്കുന്ന അവിടത്തേക്ക് നമസ്കാരം. സ്മൃതിശക്തിയും ജ്ഞാനശക്തിയും ബുദ്ധിശക്തിയും പ്രതിഭാശക്തിയും കൽപ്പനാശക്തിയും സ്വരൂപമാർന്ന ഹേ സരസ്വതി ദേവി അവിടത്തേക്ക് എൻ്റെ നമസ്കാരം. ഒരിക്കൽ സനൽകുമാരൻ ബ്രഹ്മദേവനോട് ആത്മജ്ഞാനത്തെപ്പറ്റി ചോദിച്ചു. അപ്പോൾ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് പറയാൻ അദ്ദേഹം അശക്തനായിരുന്നു. പരമാത്മാവായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ അപ്പോൾ അവിടേക്ക് എഴുന്നള്ളി. അദ്ദേഹം പറഞ്ഞു, പ്രജാപതിയെ അഭീഷ്ടപ്രദമായ ആ വാണീദേവിയെ സ്തുതിക്കൂ. പരമാത്മാവായ കൃഷ്ണൻ്റെ ഉപദേശമനുസരിച്ച് ബ്രഹ്മാവ് അവിടുത്തെ സരസ്വതി ദേവിയെ സ്തുതിച്ചു. ദേവിയുടെ പ്രസാദത്താൽ ബ്രഹ്മാവിന് ജ്ഞാനസിദ്ധാന്തം വിവരിക്കാൻ കഴിഞ്ഞു. ഭൂമിദേവി അനന്തനോട് ഒരിക്കൽ ഏകമായ ആത്മജ്ഞാനത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് അദ്ദേഹവും ആ സിദ്ധാന്തം വിശദമാക്കാൻ അസമർത്ഥനായിരുന്നു. അപ്പോൾ കശ്യപ ഋഷിയുടെ ഉപദേശപ്രകാരം അദ്ദേഹം സരസ്വതി ദേവിയെ സ്തുതിക്കുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഭ്രമമെല്ലാം പോകുന്നതായിട്ടുള്ള വിശുദ്ധ സിദ്ധാന്തം വിവരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതേപോലെ വ്യാസൻ ഒരിക്കൽ പുരാണസൂത്രത്തെപ്പറ്റി വാൽമീകിയോട് ചോദിച്ചു. വാൽമീകി അത് കേട്ട മൗനമായി തീരുകയും ആ ജഗദംബിയായ സരസ്വതിയെ സ്മരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് സരസ്വതി കടാക്ഷം കൊണ്ട് ആ സിദ്ധാന്തം വ്യക്തമാക്കാൻ കഴിഞ്ഞു. ഭ്രമരൂപമായിട്ടുള്ള അജ്ഞാനത്തെ അകറ്റുന്ന പ്രദീപമായ നിർമ്മലജ്ഞാനം നേടിയിട്ട് കൃഷ്ണകലോത്ഭവനായ വ്യാസൻ പുരാണങ്ങളും സൂത്രങ്ങളും കേൾക്കുകയും പുഷ്കര തീർത്ഥത്തിലിരുന്ന് 100 വർഷം ദേവിയെ ധ്യാനിക്കുകയും ആ ദേവിയെ അറിയുകയും ചെയ്തു. അങ്ങനെയിരിക്കുന്ന ഹേ സരസ്വതി ദേവി, അവിടെ അങ്ങിൽ നിന്ന് വരം നേടിയിട്ട് അദ്ദേഹം കവീന്ദ്രനായി തീർന്നു. ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം വേദങ്ങളെ വിഭജിക്കുന്നതും പുരാണങ്ങൾ രചിക്കുന്നതും ഒക്കെ ചെയ്തത്. മഹേന്ദ്രൻ ഒരിക്കൽ സദാശിവനോട് തത്വജ്ഞാനത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം മഹാദേവൻ ദേവിയെ സ്മരിക്കുകയും വിഭുവായ അദ്ദേഹം മഹേന്ദ്രനെ ജ്ഞാനം ഉപദേശിക്കുകയും അവിടുത്തെ കാരുണ്യത്താൽ ചെയ്തു. അതേമാതിരി ആ മഹേന്ദ്രൻ ഒരിക്കൽ ബൃഹസ്പതിയോട് ശബ്ദശാസ്ത്രത്തെപ്പറ്റി ചോദിച്ചിരുന്നു. അത് കേട്ട ബൃഹസ്പതി 1000 ദിവ്യവർഷം പുഷ്കരത്തിൽ വെച്ച് സരസ്വതി ദേവിയെ ധ്യാനിക്കുകയുണ്ടായി. അങ്ങനെ 1000 സംവത്സരം കൊണ്ട് സരസ്വതി ദേവിയിൽ നിന്നും വരം നേടിയിട്ടാണ് ശബ്ദശാസ്ത്രവും അതിൻ്റെ അർത്ഥവും സുരേശ്വരനായിട്ടുള്ള, അതായത് മഹേന്ദ്രന്, ഇന്ദ്രന് വിവരിച്ചു കൊടുക്കാൻ ബൃഹസ്പതിക്ക് കഴിഞ്ഞത്. അതെല്ലാം ശിഷ്യന്മാരെയും ബൃഹസ്പതി പഠിപ്പിച്ചു. മുനീശ്വരന്മാരും അതെല്ലാം ദേവിയുടെ കടാക്ഷം കൊണ്ട് പഠിച്ചെടുത്തു. അവരും സുരേശ്വരിയായ ദേവിയെ ശരിക്ക് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെയിരിക്കുന്ന ഹേ സരസ്വതി ദേവി, മുനീന്ദ്രന്മാരും മനുക്കളും മനുഷ്യരും അവിടുത്തെ പൂജിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈത്യേന്ദ്രന്മാരും സുരന്മാരും ബ്രഹ്മാവിഷ്ണു മഹേശ്വരാദികളും അവിടുത്തെ പൂജിക്കുന്നു. എന്നാൽ 1000 തലയുള്ള അനന്തശേഷനും പഞ്ചഭക്തരനായ ശിവനും ചതുർമുഖനും ബ്രഹ്മാവും അശക്തരാണ് അവിടുത്തെ പൂർണ്ണമായി സ്തുതിക്കാൻ.
ഒരു തലയുള്ള മനുഷ്യനായ ഞാൻ പിന്നെ എങ്ങനെയാ സ്തുതിക്കുന്നത് എന്നൊക്കെ യാജ്ഞവൽക്യൻ മനസ്സും ശിരസും താഴ്ത്തി ഭക്തിപൂർവം സരസ്വതി ദേവിയെ പ്രണമിച്ചു, നമസ്കരിച്ചു. നിരാഹാരനായി വീണ്ടും വീണ്ടും ഇതാ വിലപിച്ചു. ജ്യോതിരൂപമായ മഹാമായയെ അദ്ദേഹം ദർശിച്ചു. അവിടെ ആ ദേവി അദ്ദേഹത്തോട് അരുളി ചെയ്തു, സുഖവീന്ദ്രനായി തീരട്ടെ. ഇപ്രകാശം അനുഗ്രഹിച്ച് വൈകുണ്ഠത്തേക്ക് പോവുകയും ചെയ്തു. യാജ്ഞവൽക്യ കൃതമായ ഈ വാണീസ്തോത്രം ആരാണോ പഠിക്കുന്നത് അവർ നല്ല കവിയും മഹാവാഗ്മിയും ബൃഹസ്പതി തുല്യമായ ജ്ഞാനവും നേടും. മഹാമൂർഖനായാലും ആ ദുർബുദ്ധിയായിട്ടുള്ള ഒരുവൻ ഒരു വർഷം ഇത് പാരായണം ചെയ്താൽ യാജ്ഞ